ഹലോ, ഹണി ഉപയോഗിച്ചിട്ട് തേൻ ഉപയോഗിച്ച് ലൈംഗികത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടോ നിങ്ങൾ? എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? കൊള്ളാമോ? എന്തൊക്കെ മാറ്റങ്ങൾ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്? അതുപോലെ വായിലൂടെയുള്ള ലൈംഗികബന്ധമൊക്കെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ തേൻ ഉപയോഗിക്കാറുണ്ടോ? എങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്? അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇങ്ങനെ തേൻ ഉപയോഗിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ ലൈംഗികത്തിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഇതിനെ പറ്റിയിട്ടുള്ള കേട്ടോ. നിങ്ങൾ പലരും അച്ഛനും അമ്മയൊക്കെ ആകാൻ ആഗ്രഹിച്ചിരിക്കുന്നവരായിരിക്കും അല്ലേ? അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അതിനു മുമ്പ് എന്തൊക്കെ തയ്യാറെടുപ്പ് എടുക്കണം, എന്തുകൊണ്ടായിരിക്കാം ഗർഭിണിയാവാത്തത്, എന്തൊക്കെ കാരണങ്ങളായിരിക്കും അതിൻ്റെ പിന്നിൽ, ഇങ്ങനെയുള്ള നിങ്ങൾക്കൊരു അമ്മയും അച്ഛനും ആവാനുള്ള നിങ്ങളുടെ ലൈംഗിക ഹെൽത്തിനും നിങ്ങളുടെ ഒരു കുട്ടിക്ക് ജന്മം കൊടുക്കാൻ വേണ്ടിയിട്ട് മുമ്പിൽ അറിഞ്ഞിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. വളരെ സയൻറ്റിഫിക്കലി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളൊരു ബുക്കാണ് ഹൗ ടു ഫൈറ്റ് ഇൻഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ കുക്കു ഓഫ് ഹോമിൽ അതിൻ്റെ ഓഡിയോ ബുക്ക് ലഭ്യമാണ് കേട്ടോ. നിങ്ങൾക്കിത് ഫ്രീ ആയിട്ടാണ് കേൾക്കാൻ പറ്റുന്നത്. കാരണം കുക്കു ഓഫ് ഹോം 7 ദിവസത്തേക്ക് ഫ്രീ ആയിട്ടാണ് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് തരുന്നത്. ആദ്യത്തെ പോലെ തന്നെ സബ്സ്ക്രിപ്ഷൻ എടുത്ത് 2 രൂപ പോകും കേട്ടോ അക്കൗണ്ടിൽ നിന്ന്. കുറച്ച് കഴിയുമ്പോൾ തന്നെ 2 രൂപ തിരിച്ചു വരും. എന്നിട്ട് നിങ്ങൾക്ക് 7 ദിവസം ഇഷ്ടമുള്ള ഒരുപാട് ബുക്സ് ഉണ്ട്, ഒരുപാട് അറിവുകൾ കിട്ടുന്ന എൻ്റർടൈൻമെൻറ്റുള്ള ഒരുപാട് ബുക്സ് ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് വേണമെങ്കിൽ 7 ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്കിത് കട്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് വേണമെന്നുള്ളവർക്ക് നിങ്ങൾക്ക് 99 രൂപ കൊടുത്തിട്ട് നിങ്ങൾക്കിത് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് കേട്ടോ. 1 മാസം പിന്നെ എൻജോയ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ബുക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ബുക്ക് ഓഫ് ഹോം 7 ദിവസം ഫ്രീ ആയിട്ട് എൻജോയ് ചെയ്യാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫസ്റ്റ് കമൻറ്റായിട്ട് ഞാൻ ലിങ്ക് കൊടുക്കാം. അതിലൂടെ പോയിട്ട് ബുക്ക് ഓഫ് ഹോം ഡൗൺലോഡ് ചെയ്യൂ കേട്ടോ. തേൻ ഇഷ്ടമില്ലാത്ത ആരല്ലേ? എന്നാൽ ഞാൻ ഉണ്ട് കേട്ടോ. തേൻ എനിക്കിഷ്ടമില്ല. വല്ല മെഡിസിനായിട്ടൊക്കെ കഴിക്കാവുന്നല്ലാണ്ട് തേൻ എനിക്ക് ഇഷ്ടമില്ല. ഇങ്ങനെ തൊണ്ടയിലൊക്കെ ഇങ്ങനെ ചൊറി വിഴുങ്ങുമ്പോൾ. അപ്പോൾ തേൻ മിക്കവർക്കും ഇഷ്ടമാണ് അല്ലേ? അപ്പോൾ തേൻ ഉപയോഗിച്ച് ലൈംഗികത്തിൽ ഏർപ്പെട്ടവരാണോ നിങ്ങൾ? തേൻ ആൻറ്റി ബാക്ടീരിയലാണ്, ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്, ആൻറ്റി ഓക്സിഡൻ്റ് പ്രോപ്പർട്ടീസ് നിറയെ അടങ്ങിയിട്ടുണ്ട് അല്ലേ? എന്തേലും ഗുണങ്ങളായിരിക്കും അപ്പോൾ അതുണ്ടാക്കുക അല്ലേ? ഇപ്പോൾ പുരുഷനിലാണെങ്കിൽ പുരുഷ ഹോർമോൺ നല്ല രീതിയിൽ കൂട്ടാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അതിലൂടെ തന്നെ ബീജങ്ങളുടെ എണ്ണം കൂട്ടാനും ബീജങ്ങളുടെ ഹെൽത്ത് കൂട്ടാനും അതിൻ്റെ മോട്ടിലിറ്റി നന്നായിട്ട് അതിന് നീന്തി മുമ്പോട്ട് പോകാനും ഒക്കെ സഹായിക്കുന്നുണ്ട്. അതുമാത്രമല്ല കൂടുതൽ ബീജത്തെ ഉൽപ്പാദിപ്പിക്കാനും സഹായിക്കുന്നുണ്ട്. സ്ത്രീകളുടെ ലൈംഗിക ഹെൽത്ത് കൂട്ടാൻ മാത്രമല്ല, അവരുടെ പ്രത്യുൽപാദന വ്യവസ്ഥയൊക്കെ ഹെൽത്തി ആക്കുക മാത്രമല്ല, അവർക്ക് ആർത്തവം നിൽക്കുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ശാരീരികമായിട്ടും മാനസികമായിട്ടും ടെൻഷനും വഴക്കും ഒക്കെ ഉണ്ടാകുന്ന സമയത്തുണ്ടാവും. അപ്പോൾ ഈ സമയത്തുള്ള സിംറ്റംസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് തേൻ സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പം 2 പേർക്കും ഒരുപോലെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ് തേൻ. ചിലരൊക്കെ എങ്ങനെയാണ് യോനിയിലൊക്കെ ഒഴിച്ചിട്ട് യൂസ് ചെയ്യുന്നവരുണ്ടാവില്ല. അപ്പോൾ ജേണൽ ഓഫ് ഫംഗൈൻ്റെ റിവ്യൂ അനുസരിച്ച് ഇത് ആൻറ്റി ഫംഗലാണെന്ന് പറയുന്നത്. ഇപ്പോൾ എന്തെങ്കിലും ഫംഗസ് മൂലമുള്ള ഇൻഫെക്ഷനൊക്കെ ഉള്ളതാണെങ്കിൽ തേനും തൈരും കൂടി ഇളക്കി യോനിയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറയുന്ന പറയുന്നത്. അതുപോലെ തന്നെ ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുമ്പോഴും ഇത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഫംഗസ് ഇൻഫെക്ഷനൊക്കെ മാറാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അത് പ്യുവറായിട്ടുള്ള ഹണി ആയിരിക്കും എന്നാണ് പറയുന്നത്. മെഡിക്കൽ ഗ്രേഡിലുള്ള ഹണിക്കാണ് ഈ ഗുണമുള്ളത്. അല്ലാതെ പുറത്തുനിന്ന് വാങ്ങുന്ന മായങ്ങളൊക്കെ ചേർന്നിട്ടുള്ള അല്ലെങ്കിൽ മധുരങ്ങളൊക്കെ ചേർന്നിട്ടുള്ള ഹണിയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നെങ്കിൽ ഉറപ്പായിട്ടും യോനിയിലെ pH ബാലൻസ് മാറുകയും ചെയ്യും. അവിടെ ഈസ്റ്റ് ഇൻഫെക്ഷനൊക്കെ വരാനുള്ള ചാൻസ് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല പ്യുവറായിട്ടുള്ള മെഡിക്കൽ ഗ്രേഡുള്ള ഹണി വേണം ഇതിന് യൂസ് ചെയ്യാൻ വേണ്ടി. പുരുഷന്മാരിൽ ഇത് കഴിക്കുന്നതിലൂടെ ലിംഗത്തിലേക്കുള്ള ബ്ലഡ് ഫ്ലോ നന്നായിട്ട് കൂട്ടുകയും ഉദ്ധാരണം കൂട്ടുകയൊക്കെ ചെയ്യും. അപ്പോൾ ഉദ്ധാരണ പ്രശ്നമുള്ളവർക്കൊക്കെ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഹണി സഹായിക്കും കേട്ടോ, റെഗുലറായിട്ടുള്ള യൂസിലൂടെ. പിന്നെ 2 പേർക്കും ഓക്സിഡേറ്റീവ് സ്ട്രെസ്സും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പൊല്യൂഷനും ഇതും കാര്യങ്ങളും ഒക്കെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ ടോക്സിനും ഒക്കെ കൂടി നമ്മളെ വയസ്സരാക്കുന്നത് അല്ലെങ്കിൽ നമ്മളുടെ യൂത്ത്ഫുൾ ആയിട്ടുള്ള അവസ്ഥ തന്നെ മാറ്റിക്കൊടുക്കുക, അല്ലെങ്കിൽ ചത്ത കോശങ്ങളെ വീണ്ടും വീണ്ടും പുനർജനിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റാത്ത അവസ്ഥ ഉണ്ടാകുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇത് കഴിക്കുന്നതിൽ ഹൈ ആൻറ്റി ഓക്സിഡൻ്റ് ഉണ്ടല്ലോ, ഓക്സിഡേറ്റീവ് സ്ട്രെസ്സൊക്കെ ഉള്ള ചീത്ത കോശങ്ങളെയൊക്കെ മാറ്റാനും നല്ല യൂത്ത്ഫുൾ ആയിട്ടിരിക്കാനൊക്കെ 2 പേരെയും സഹായിക്കുകയും ചെയ്യും. അപ്പോൾ പങ്കാളികളെ വളരെ നല്ല ഹണി ഉപയോഗിക്കുന്നത് വളരെ സൂപ്പറാണ്. Okay, thanks for watching my video. See you next time with a new topic. Bye bye.